ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലയിൽ നടത്തുന്ന തെരച്ചിലിൽ നിർണായക വഴിത്തിരിവുണ്ടായ ദിവസമാണിന്ന്. 3-ാം ദിവസത്തെ തെരച്ചിലിൽ അസ്ഥികൂടം കണ്ടെത്തി. നേത്രാവതി നദിയുടെ കരയിലെ കാട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടം കണ്ടെത്തിയത്. സാക്ഷി പറഞ്ഞതില് കഴമ്പുണ്ട് എന്നുള്ളതിന്റെ സൂചനകള് വാസ്തവത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ SIT ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശ്വസ്തരായിരിക്കുന്ന ഓഫീസേഴ്സാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന എണ്ണം വളരെ ഭീകരമായ ഒരു നമ്പറാണ് നമുക്കറിയാം. പക്ഷെ ഒരാളാണെങ്കിൽ പോലും അന്വേഷണം നടക്കേണ്ടതല്ലേ? നിരവധി കേസുകളാണ്. ആ കേസുകളുടെ ഫലമായി മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെട്ട് രോഗം പിടിപെട്ട് ആളുകൾ പോലും ഉണ്ട് പല കുടുംബങ്ങളിലും. കാരണം ഒരു വിവരവുമില്ല. ഇതൊരു റിപ്പബ്ലിക് ഓഫ് ധർമ്മസ്ഥല എന്നാണ് പറയപ്പെടുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഇതിന്റെ ഒരു പ്രിലിമിനറി സ്റ്റേജ് മാത്രമാണ്. ഒരു നിമിഷം പോലും വൈകിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. വിശ്വാസമൊക്കെ അതിന്റെ വഴിക്ക് ഭംഗിയായി നടന്നോട്ടെ. ഞങ്ങളെല്ലാം വിശ്വാസത്തിന് അനുകൂലമാണ്. അതിന് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടണം. പക്ഷെ ആ സ്ഥലത്തിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്നവരും കൂടെ നല്ലതുപോലെ അണിനിരക്കേണ്ട ഒരു കാര്യമാണിത്. വിശ്വാസികളുടെ പേരിൽ ഒരു കൂട്ടം നടത്തുന്ന ഒരു ക്രൂരതയായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. നേരത്തെ വെളിപ്പെടുത്തിയ 6-ാമത്തെ സ്പോട്ടിൽ നിന്നാണ് നിർണായക തെളിവ് ലഭിച്ചത്. ഇതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് തത്സമയം മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, വളരെ വിശദമായ തെരച്ചിൽ ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് അസ്ഥികൾ കണ്ടെടുത്തത്. അത് വളരെ നിർണായകമായ തെളിവുമാണ്. തെരച്ചിൽ തുടരുകയാണല്ലോ. ഇന്നിപ്പോൾ കണ്ടെടുത്ത അസ്ഥികളുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾ, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുണ്ട്. നമുക്ക് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? തെരച്ചിലിന്റെ അടുത്ത ഘട്ടം ഏത് പ്രകാരം? അനുജ, ഏറ്റവും നിർണായകമായ ദിവസം, ഏറ്റവും നിർണായകമായ മണിക്കൂർ. സ്പോട്ട് നമ്പർ 6, അതായത് റോഡിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ വഴി ഇറങ്ങി ചെന്ന് എത്തുന്ന ഒരു പ്രദേശമാണ് സ്പോട്ട് നമ്പർ 6. ഇത് നേത്രാവതി പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ്. ഒപ്പം തന്നെ ഇതൊരു വനമേഖലയാണ്. അപ്പോൾ ഈ വനമേഖലയിലേക്ക് ഇന്ന് നടത്തിയ പരിശോധന SIT സംഘം രാവിലെ 11 മണിയോടുകൂടി സർവ്വസജ്ജരായി അകത്തേക്ക് പ്രവേശിക്കുന്നു. ശേഷം ഈ വനമേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ 2 മണിക്കൂർ നീണ്ട പരിശോധനയിലൊടുവിലാണ് 6-ാം സ്പോട്ടിൽ നിന്നും, സ്പോട്ട് നമ്പർ 6-ൽ നിന്നും 3-ാം ദിവസത്തെ പരിശോധന ഉച്ചയായപ്പോഴേക്കും അവിടെ നിന്ന് അസ്ഥികൂടം കണ്ടെത്തുകയാണ്. അതിൽ ഒരു തലയോട്ടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. മറിച്ച് എല്ലുകളുള്ള ഒരു അസ്ഥികൂടം അവിടെ നിന്ന് കണ്ടെത്തുന്നു. അതും ചിന്നിച്ചിതറിയ രീതിയിലാണ്. പല ഭാഗങ്ങളിൽ നിന്നാണ് അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത്. അത് പുരുഷന്റെ അസ്ഥിയാണ് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ അസ്ഥിയാണ്, പുരുഷന്റെ അസ്ഥിയാണ്, അവിടെ നിന്നും അസ്ഥി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 6-ാമത്തെ സ്പോട്ടിൽ 7 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള വിവരമായിരുന്നു നേരത്തെ ശുചീകരണ തൊഴിലാളി മൊഴിയായി നൽകിയത്. അത് തന്നെ SIT സംഘത്തോട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ ഒരു തെളിവെടുപ്പിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിനെ ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് താൻ അവിടെ 7 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ്. അവിടെ നിന്നാണ് ഈ അസ്ഥികളൊക്കെയും ലഭിച്ചിരിക്കുന്നത്. അത് സ്പോട്ട് നമ്പർ 6, അവിടെ സ്കാറ്റേർഡ് ആയിട്ടുള്ള അസ്ഥികൾ എന്നുള്ളത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളൊരു സ്ഥിരീകരിച്ച് പറയുകയാണ്. സ്കാറ്റേർഡ് ആകുമ്പോൾ അതിൽ ഈ ഘട്ടത്തിലുള്ള ഒരു പ്രത്യേകത, അവിടെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാദത്തിന് അതിനൊരു കഴമ്പുണ്ടായിരിക്കുന്നു, അതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കുന്നു. ആ വാദങ്ങളെ വിശ്വസിച്ചുകൊണ്ട് SIT നടത്തിയ 3-ാം ദിവസത്തെ പരിശോധന, ആ പരിശോധനയിൽ അസ്ഥികൾ ലഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾക്ക് ഇനി മൂർച്ച കൂടും, മുന കൂടും. അത് ആരുടെ നേർക്കാണ് വരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അത് ഇനിയും ദിവസങ്ങൾ എടുത്ത് കണ്ടുപിടിക്കേണ്ട കാര്യം. പക്ഷേ ഒരാൾ വന്ന് ഒരു മൊഴി നൽകുമ്പോൾ, ഇങ്ങനെ ധർമ്മസ്ഥലയിൽ താൻ ഇത്ര മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസ്ഥിയെങ്കിലും അദ്ദേഹം അവിടെ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ 2 ദിവസം നീണ്ട പരിശോധനയിലും ബാഗും വസ്ത്രങ്ങളും ഒക്കെ ലഭിച്ചു. അതാണ് മുഹമ്മദ് റഹീസ്, അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയ സ്ഥലം അത് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നത് അറിയാമായിരുന്നു. കാരണം റഹീസ് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു പ്രളയം നടന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. പക്ഷേ ഇന്നത്തെ ഈ പറയുന്ന 6-ാം സ്പോട്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുകയാണ്. ഇതിൽ അന്വേഷണ സംഘം കൈക്കൊള്ളുന്ന നിലപാടും വളരെ പ്രധാനമല്ലേ? അവർ വളരെ അനുകൂലമായൊരു സമീപനം ഈ വിഷയത്തിൽ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്.
അനുജ, ആദ്യഘട്ടത്തിൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഒരു 2 ആഴ്ച മുൻപ് ഇതേ ശുചീകരണ തൊഴിലാളിയുടെ അടുത്തു നിൽക്കുന്നവർ, അഭിഭാഷകർ, ഒപ്പം തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി ഇവരൊക്കെയും പറഞ്ഞിരുന്നത്, അതോടൊപ്പം നാട്ടുകാരും പറഞ്ഞിരുന്നത്, പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം വന്നാൽ ഇവിടെ നിന്ന് തീർച്ചയായും അസ്ഥികൾ കുഴിച്ചെടുക്കാൻ കഴിയും, ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ശരിയാണെന്ന് വ്യക്തമാകും എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവരും ഒക്കെ നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കാരണം ശുചീകരണ തൊഴിലാളിക്ക് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഇവർ നൽകുന്നില്ല. ഇന്ന് രാവിലെ ഇയാളുമായി ചേർന്ന് നിൽക്കുന്ന അഭിഭാഷകരുമായി നമ്മൾ സംസാരിച്ചു.